എപ്പിസോഡ് ആരംഭിക്കുന്നത് തന്നെ സൺ ഗോക്കുവിന്റെ അരിശത്തോടു കൂടിയുള്ള ഒരു മൈൻഡ് വോയിസ് കേട്ടുകൊണ്ടാണ്. എന്റെ കഥ കഴിക്കാനായി കച്ചകെട്ടി ഇറങ്ങിയ ജൂനിയർ പിക്കലോയെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് 5 വർഷങ്ങൾക്ക് മുൻപേ ഞാൻ പരാജയപ്പെടുത്തി. അതുകൊണ്ടെല്ലാം കഴിഞ്ഞിരുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ എന്നെ തേടി വരുന്നത് പിക്കലോയേക്കാൾ പല ഇരട്ടി ശക്തനായ മറ്റാരോ ആണ്. എനിക്കറിയാം, ഇതൊന്നിന്റെ അവസാനമല്ല, ഇതാണ് എല്ലാറ്റിനും ആരംഭം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഡ്രാഗൺ ബോൾ സി സയാൻ സാഗയുടെ 2ാം എപ്പിസോഡ് കാണുന്നതിനായി കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വരൂ, കഥയിലേക്ക് പോകാം. അന്യഗ്രഹവാസിയുടെ വാലിന്റെ ചൂടറിഞ്ഞ ക്രില്യൻ 7 അടി ദൂരെ പോയി വീഴുന്നത് കാണുന്ന ഗോക്കു വല്ലാതെ ഞെട്ടിവിറയ്ക്കുന്നു. ഇത്രയും നേരം അവൻ അരയിൽ ചുറ്റി വെച്ചിരുന്ന വാല് ഇപ്പോഴാണ് എല്ലാവരുടെയും ശ്രദ്ധയിൽ പെടുന്നത്. അറിയാതെ ഗോക്കു ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു, എന്താ അത്? ഒരു വാലോ? ഗുഹാനുള്ളതുപോലെ, എനിക്കുണ്ടായിരുന്നത് പോലെ ഇവനും ഒരു വാലുണ്ട്. ആരാണിവൻ? ചെറുപുഞ്ചിരിയോടെ അന്യഗ്രഹവാസി ഗോക്കുവിനോട് പറഞ്ഞു, കാക്കറോട്ട്, നിനക്കിപ്പോൾ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? ഇത് കേൾക്കുന്ന ഗോക്കു വീണ്ടും അരിശത്തോടെ അവനോട് ചോദിക്കുന്നു, നീ ആരാണ്? എന്തൊക്കെയാണ് നീ പറയുന്നത്? നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? അതുവരെ നീ മറന്നു പോയോ കാക്കറോട്ട് എന്ന് ദേഷ്യത്തോടെ അന്യഗ്രഹവാസി ഗോക്കുവിനോടും പറയുന്നു. എന്നെ എന്തിനാണ് നീ കാക്കറോട്ട് എന്ന് വിളിക്കുന്നത്? എന്റെ പേര് ഗോക്കു എന്നാണ്, കാക്കറോട്ട് എന്നല്ല. കാക്കറോട്ട്, ആദ്യം നീ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. നീ കുട്ടിയായിരിക്കുമ്പോൾ നിന്റെ തലയിൽ മാരകമായ അടിവെല്ലാം ഏറ്റിരുന്നോ എന്ന് അന്യഗ്രഹവാസി ഗോക്കുവിനോട് ചോദിക്കുന്നു. കുഞ്ഞിലെ എന്റെ തലയിൽ അടിയേറ്റിരുന്നു എന്നത് സത്യമാണ്, പക്ഷെ നീ പറയുന്ന യാതൊന്നും സത്യമല്ല എന്ന് ഗോക്കുവും പറയുന്നു. അപ്പോൾ ഞാൻ സംശയിച്ചത് ശരി തന്നെയാണ്, അത് തന്നെയാണ് നിനക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് അന്യഗ്രഹവാസി പറയുന്നത് കേൾക്കുമ്പോൾ, എന്താണ് നീ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഗോക്കുവൻ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന മാസ്റ്റർ റോഷി ഇടയ്ക്ക് കയറി വരികയും ഗോക്കുവിനെ വിളിക്കുകയും, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, എല്ലാ സത്യങ്ങളും നീ അറിയേണ്ട സമയമായി എന്ന് ഗോക്കുവിനോട് പറയുന്നു. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഗ്രാൻഡ്പാ ഗുഹാൻ എന്നോടൊരു കഥ പറഞ്ഞിരുന്നു. കാട്ടിലൂടെയുള്ള യാത്രക്കിടയിൽ അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു താഴ്വരയുടെ അടിയിൽ നിന്നും ആകാശത്തു നിന്നും വീണ മാതിരി തോന്നിപ്പിക്കുന്ന ഒരു വിചിത്രമായ വസ്തു കണ്ടുകിട്ടി. അതിന്റെ അടുത്തേക്ക് അദ്ദേഹം ചെന്ന് നോക്കിയപ്പോൾ അതിന്റെ സമീപത്തു നിന്ന് തെറിച്ചു വീണ ഒരു ഉരുണ്ട ക്യാപ്സൂളും അതിനകത്ത് വാലുള്ള ഒരു കൊച്ചുകുട്ടിയും ഉണ്ടായിരുന്നു. അനാഥമായി കിടക്കുന്ന ആ കുട്ടിയെ കണ്ട നിമിഷം തന്നെ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, നന്നായി വളർത്തണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ മൃഗതുല്യമായ സ്വഭാവം പുലർത്തിയിരുന്ന അവൻ മെരുങ്ങുവാൻ കൂട്ടാക്കാതെ ആക്രമണ സ്വഭാവം കാണിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം അവനെ തോൾസഞ്ചിയിലിട്ട് മലയിടുക്കിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അബദ്ധവശാൽ കാലുവഴുതി അവൻ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് വീഴുകയുണ്ടായി. അലറി വിളിച്ചുകൊണ്ട് മലയുടെ താഴ്വാരങ്ങളിലേക്ക് ചെന്ന അദ്ദേഹം കണ്ടത് തലയിൽ മാരകമായി അടിയേറ്റ് മരണത്തോട് മല്ലടിക്കുന്ന ബാലകനെയാണ്. ഇത്ര ഉയരത്തിൽ നിന്നും തലയിടിച്ചു വീണിട്ടും മരണമടയാത്ത, ദേഹത്തൊരു മുറിവ് പോലെ ഏൽക്കാത്ത കുട്ടിയെ കണ്ട അദ്ദേഹത്തിന് അതൊന്നും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അവൻ സാധാരണ ഒരു ബാലകനല്ലെന്നും അവനെ തേടി ആരെങ്കിലും ഒരു ദിവസം ഉറപ്പായി വരുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. പിറ്റേന്ന് ഉറക്കം എഴുന്നേറ്റ ബാലകൻ അവന്റെ ആക്രമണ സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത സാധാരണ ഒരു കുട്ടിയെ പോലെ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി എന്നതും അദ്ദേഹത്തെ വളരെ അത്ഭുതപ്പെടുത്തി. മാസ്റ്റർ റോഷിയുടെ വാക്കുകൾ കേട്ട ഗോക്കു വിങ്ങിക്കൊണ്ട് ചോദിച്ചു, ആ കുട്ടി അത് ഞാനായിരുന്നോ? മാസ്റ്റർ റോഷി പറഞ്ഞു, അതെ, വിചിത്രനായ അവനെ തേടി അവനെ പോലെയുള്ള ആരെങ്കിലും ഒരു നാൾ വരും. അന്ന് ഞാനില്ലെങ്കിൽ ഈ സത്യങ്ങളെല്ലാം നീ എനിക്ക് വേണ്ടി അവനോട് പറയണം എന്ന് ഗ്രാൻഡ്പാ ഗുഹാൻ മാസ്റ്റർ റോഷിയോട് പറഞ്ഞിരുന്നു. ഇതെല്ലാം കേൾക്കുന്ന ബുൾമ അവരോട് ചോദിക്കുന്നു, ഇപ്പോൾ വന്നവനും ഗോക്കുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതെല്ലാം കേൾക്കുന്ന ഗോക്കു അന്യഗ്രഹവാസിയുടെ നേരെ തിരിഞ്ഞു നിന്ന് വളരെ ദേഷ്യത്തിൽ അവനോട് ചോദിക്കുന്നു, ആരാണ് നീ? എന്തിനാണ് എന്നെ തിരക്കി വന്നത്? കാക്കറോട്ട്, നീ പിറന്നത് ഈ ഭൂമിയിലല്ല, വളരെ വർഷങ്ങൾക്ക് മുൻപ് നശിച്ചുപോയ പ്ലാനറ്റ് വെജീറ്റയിലാണ്. നീ ഒരിക്കലും ദുർബലരായ ഈ മനുഷ്യരെ പോലെയല്ല. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും കരുത്തുറ്റ യുദ്ധവീരന്മാരായ സയാൻ വംശമാണ് നമ്മൾ. പ്രപഞ്ചം, യുദ്ധം, സയാൻ, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിച്ച് ക്രില്യനും ബുൾമയും പേടിക്കുന്നു. കൂടാതെ എന്റെ പേര് റാഡിറ്റ്സ്, ഞാനാണ് നിന്റെ മൂത്ത ജ്യേഷ്ഠൻ. റാഡിറ്റ്സ് ഗോക്കുവിന്റെ ചേട്ടനാണെന്നറിയുന്ന ബുൾമ ഞെട്ടുകയും ക്രില്യൻ വളരെയധികം പേടിക്കുകയും ചെയ്യും. വളർന്നു വലുതായി നിന്നെ കാണാൻ നമ്മുടെ അച്ഛൻ ബർഡോക്കിനെ പോലെയാണുള്ളത്, അതുകൊണ്ടാണ് നിന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചത്. റാഡിറ്റ്സ് അതും കൂടി പറയുമ്പോൾ മിണ്ടാൻ പോലും ആവാതെ ഗോക്കു സ്റ്റക്കായി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും പേടിച്ചുകൊണ്ട് ക്രില്യൻ ചോദിക്കുന്നു, ഗോക്കു ഒരു ഏലിയൻ ആണെങ്കിൽ അവൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? റാഡിറ്റ്സ് പറഞ്ഞു, അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. ഈ ഭൂമി കീഴടക്കി ഇവിടെയുള്ള എല്ലാവരെയും കൊന്ന് സയാൻ സാമ്രാജ്യം ഉണ്ടാക്കാനാണ് അവനെ ഇങ്ങോട്ട് അയച്ചത്. അത് കേൾക്കുന്ന ഗോക്കുവും ഞെട്ടുന്നു.
എന്ത്? ജീവിക്കാൻ യോഗ്യമായ ഗ്രഹങ്ങളെല്ലാം ആക്രമിച്ച് കീഴടക്കി അവരെയെല്ലാം കൊന്ന് ആധിപത്യം പുലർത്തി ഉയർന്ന കാശ് നൽകാൻ തയ്യാറായ ഏലിയന്മാർക്ക് ഗ്രഹങ്ങൾ വിറ്റുകൊടുക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. ജനിച്ചപ്പോഴേ പവർ ലെവൽ കുറഞ്ഞ ഒരു ലോ ക്ലാസ് വാര്യരായ കാക്രോട്ടിനെ പ്ലാനറ്റ് വെജീറ്റ് നശിക്കുന്ന സമയത്ത് ദുർബലരായ നിങ്ങളെ കീഴടക്കി സയൻസ് സാമ്രാജ്യം ഉണ്ടാക്കാനാണ് ഇങ്ങോട്ട് അയച്ചത്. നിനക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്നപ്പോഴേക്കും ചാരമായി കിടക്കുന്ന ഭൂമി കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയാനെ. ഈ ദുർബലന്മാരുടെ ഭാഗ്യം കാരണം നിനക്ക് ഓർമ്മ നഷ്ടമായി. പക്ഷെ അതിപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഗ്രഹത്തിനാണേൽ സ്വന്തമായിട്ടൊരു ചന്ദ്രനുമുണ്ട്. പാവമായ ഒരാളെ കൊല്ലുന്നത് പോയിട്ട് ഉപദ്രവിക്കുന്നത് പോലും ഇഷ്ടമില്ലാത്ത പ്യുവർ ഹാർട്ടായ ഗോകുവിന് റാഡിസിന്റെ വാക്കുകൾ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്നു. ഗോകു അവനോട് ചോദിക്കുന്നു, ഈ ഗ്രഹത്തിന് ഒരു ചന്ദ്രനുള്ളതുകൊണ്ട് എന്തിനാണ് നീ ഇത്രയ്ക്ക് സന്തോഷിക്കുന്നത്? അതും നിനക്കറിയില്ലേ? എന്തുകൊണ്ടെന്നാൽ സയാന്മാർക്ക് പൂർണ്ണചന്ദ്രന്മാരെ കാണുമ്പോഴാണ് അവരുടെ വാനര രൂപത്തിലേക്ക് മാറുവാനും സർവ്വശക്തികൾ ഉപയോഗിക്കാനും സാധിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ബുൾമയും ക്രില്ലിനും മാത്രമല്ല മാസ്റ്റർ റോഷിയും പേടിച്ചു വിറയ്ക്കുന്നു. അത് പറയുമ്പോഴത്തേനും ഗോകുവിന് വാലില്ല എന്ന് റാഡിസ് കണ്ടുപിടിക്കുന്നു. സയാന്മാരുടെ അടയാളമായ വാല് നീ എന്ത് കാണിച്ചു എന്ന് ദേഷ്യത്തോടെ റാഡിസ് അവനോട് ചോദിക്കുന്നു. അത് കുട്ടിക്കാലത്ത് എപ്പോഴോ മുറിഞ്ഞുപോയി എന്നാണ് ഗോകു പറയുന്നത്. മാസ്റ്റർ റോഷിക്കും ബുൾമയ്ക്കും അല്ലാതെ ആർക്കും ഗോകുവിന്റെ വാലിന്റെ കഥ അറിയില്ല. അതുകൊണ്ടാണ് വാല് കാണുമ്പോഴെല്ലാം അവർ വളരെയധികം പേടിക്കുന്നത്. ഗോകുവിന് പോലും അതിന്റെ ഓർമ്മയില്ല. വാലില്ലാത്ത നീ ഈ ദുർബലന്മാരുടെ കൂടെ വളർന്ന് നീയും ഒരു മനുഷ്യനെ പോലെ ആയിരിക്കുന്നു. വെറും ഒരു ലോ ക്ലാസ് വാരിയർ മാത്രമായി നിനക്ക് വാലും കൂടി നഷ്ടപ്പെട്ടതോടെ നീ മുഴുവൻ സായാന്മാർ വെച്ച് തന്നെ ഏറ്റവും ദുർബലനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും കേൾക്കുന്ന ഗോകു ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുന്നു. മതി, നിർത്തിക്കോ. നിന്റെ വാചകമടി ഇനി എനിക്ക് കേൾക്കണ്ട. ഞാൻ മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്നവനാണെങ്കിലും എന്റെ പേര് വേറെ എന്തോ ആണെങ്കിലും നീ എന്റെ സ്വന്തം ചേട്ടനാണെങ്കിലും അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എന്റെ പേര് ഗോകു എന്നാണ്. ഞാൻ വളർന്നത് ഈ ഭൂമിയിലാണ്. ഇവിടുത്തെ മനുഷ്യനെയല്ല, ഒരു സാധാരണ ജീവിയെങ്കിലും നീ കൊല്ലാൻ തുനിയുന്നെങ്കിൽ എന്റെ ശവത്തിൽ ചവിട്ടിയല്ലാതെ നിനക്കത് ചെയ്യാൻ സാധിക്കില്ല. നീ എന്തിനു വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെങ്കിലും ഇപ്പോൾ നീ ഇവിടുന്ന് തിരികെ പോകണം. അത് കേൾക്കുന്ന മാസ്റ്റർ റോഷി റാഡിസിനോട് പറയുന്നു, ഗോകു പറഞ്ഞത് നീ കേട്ടില്ലേ? ഗോകുവിന്റെ കഴിഞ്ഞ കാലം എന്തുമായിക്കൊള്ളട്ടെ, ഇപ്പോൾ ഗോകുവും ഞങ്ങളെ പോലെ ഒരു എർത്തിയനാണ്. നീ ഗോകുവിനെ എതിർക്കാൻ നോക്കിയാൽ അത് ഞങ്ങളെയെല്ലാം എതിർക്കുന്ന പോലെയാണ്. ഭൂമിയെ തകർക്കാൻ പല ആളുകളും ഇതിനു മുൻപും വന്നിട്ടുണ്ട്. അവരെയെല്ലാം തോൽപ്പിച്ചുകൊണ്ട് ഭൂമിയെ സംരക്ഷിച്ചത് ഗോകു ആണ്. ഇനിയും ഞങ്ങളത് തുടരും എന്ന് ക്രില്യനും പറയുന്നു. നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ പേടിച്ച് ഛർദ്ദിക്കുന്ന ഒരു ഭീരുവല്ല ഞാൻ. ലോകത്തിലെ ഏറ്റവും ശക്തനായ ഒരു സയാനാണ് ഞാൻ. വന്നതെന്റെ ബ്രദർ കാക്രോട്ടിനെ കാണുവാൻ മാത്രമാണ്. പക്ഷെ നിന്റെയൊക്കെ ഭൂമിയടക്കം എല്ലാത്തിനെയും നശിപ്പിക്കുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഒരുപാട് ആളുകളുണ്ടായിരുന്ന വംശമായിരുന്നു ഞങ്ങൾ. എന്നാൽ പ്ലാനറ്റ് വെജീറ്റയിൽ വന്നിടിച്ച ഒരു വലിയ ഗ്രഹം കാരണം ഞങ്ങളുടെ ഗ്രഹം മുഴുവനായി നശിച്ചുപോയി. കാക്രോട്ട് നമ്മുടെ അപ്പനും അമ്മയും അങ്ങനെയാണ് മരിച്ചത്. മറ്റൊരു ഗ്രഹം കീഴടക്കാൻ പോയ ഞാനും എന്റെ 2 സുഹൃത്തുക്കളും ഭാഗ്യത്തിന് ഇങ്ങോട്ട് അയച്ച നീയും നമ്മൾ 4 പേര് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ ഉയർന്ന വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുന്ന ഒരു ഗ്രഹം കണ്ടുകിട്ടി. അത് ആക്രമിക്കാൻ ഞങ്ങൾ 3 പേര് മാത്രം പോയാൽ കുറച്ച് ദുഷ്കരമാണ്. അപ്പോഴാണ് എനിക്ക് നിന്റെ കാര്യം ഓർമ്മ വന്നത്. നിന്നെ കൂടി കൂട്ടാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു സയാൻ വാരിയർക്കുണ്ടായിരിക്കേണ്ട മിനിമം പവർ പോലും നിനക്കില്ല എന്നെനിക്കറിയാം. എങ്കിലും നമ്മൾ 4 പേര് ഒന്നിച്ചു നിന്നാൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി നമ്മളായി മാറും. നീ എത്ര ക്രൂരനാണ്. നിന്നെ സഹായിക്കുന്നതിന് ഭേദം ഞാൻ മരിക്കുന്നതാണ് എന്ന് ഗോകുവും പറയുന്നു. അപ്പോഴാണ് റാഡിസ് വാലുള്ള കുട്ടിയെ കാണുന്നത്. ഗോകുവിനോട് തിരക്കുന്നു. കാക്രോട്ട്, അത് നിന്റെ കുട്ടിയല്ലേ? ഗുഹാനെ രക്ഷിക്കുവാൻ ഗോകു പറയുന്നു. അല്ല, അവൻ എന്റെ ആരുമല്ല. റാഡിസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നീ എന്ത് കള്ളം പറഞ്ഞിട്ടും കാര്യമില്ല കാക്രോട്ട്. അവന്റെ വാല് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി അത് നിന്റെ കുട്ടി തന്നെയാണ്. അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്ന ഗോകു പറഞ്ഞു, അവൻ എന്റെ കുട്ടിയാണെങ്കിൽ നിനക്കെന്താ? റാഡിസ് ഗുഹാനെ നേരെ നടന്നു ചെല്ലുന്നു. ഗോകു പറഞ്ഞു, ഇനി നീ മുന്നോട്ട് വന്നാൽ നിന്നെ വായുവിൽ കൂടി ഞാൻ അടിച്ചു പറത്തും. റാഡിസ് മുന്നോട്ട് നടന്നു വരികയും വേഗത്തിൽ തെന്നിമാറുന്ന ഒരു ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് ഗോകുവിന്റെ മുന്നിൽ വരികയും മുട്ടുകാലുകൊണ്ട് ഗോകുവിന്റെ വയറ്റിൽ ഒരു മുട്ടും കൊടുക്കും. വായുവിൽ കൂടി പറന്ന് നിലത്ത് വീണ ഗോകുവിന് അസഹനീയമായ വേദന തോന്നുകയും അനങ്ങാൻ പോലും കഴിയാതെ നിലത്ത് കിടക്കുകയും ചെയ്യുന്നു. റാഡിസ് ഗുഹാനെ പൊക്കിയെടുക്കുകയും ഗോകുവിന്റെ മുന്നിൽ ചെന്ന് പറയുകയും ചെയ്യുന്നു, നിനക്ക് ഇവനെ ജീവനോടെ വേണമെങ്കിൽ നിന്റെ ജ്യേഷ്ഠന്റെ ആജ്ഞ നീ അനുസരിക്കുക. നിനക്ക് ഞങ്ങളുടെ കൂടെ ചേരുക എന്നതല്ലാതെ ഒരു ഓപ്ഷൻ വേറെയില്ല. നിനക്ക് നാളെ രാവിലെ വരെ ഞാൻ സമയം നൽകുന്നു. നീ ഈ പ്ലാനറ്റിലെ 100 പേരെ കൊന്നിട്ട് എന്റെ അടുത്തേക്ക് വന്നാൽ നിന്റെ കൊച്ചിനെ ഞാൻ തിരികെ നൽകും. വേറെ എന്തെങ്കിലും മണ്ടത്തരം നീ കാണിക്കാൻ ശ്രമിച്ചാൽ നിന്റെ മകനും ഈ പ്ലാനറ്റും നശിക്കുന്നത് നീ കാണേണ്ടി വരും. ഇത്രയും പറഞ്ഞുകൊണ്ട് റാഡിസ് ഗുഹാനെ തൂക്കി പറന്നുയരുന്നു. റാഡിസ് പൊക്കിക്കൊണ്ടു പോകുന്ന ഗുഹാൻ ഉറക്കെ അലറി വിളിക്കുന്നു, അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് അലറിക്കരയുന്നു. ഞാൻ നിന്നേക്കാൾ വളരെ ശക്തനാണ്. നിനക്കൊരിക്കലും എന്നെ എതിർത്ത് നിൽക്കുവാൻ സാധിക്കുകയില്ല. എന്റെ കൂടെ ചേരുന്നതാണ് നിനക്ക് നല്ലത്. സീ യു സൂൺ എന്ന് പറഞ്ഞുകൊണ്ട് റാഡിസ് അവിടെ നിന്നും പറന്നു പോകുന്നു. വേദന കൊണ്ട് പിളയുന്ന ഗോകുവും റാഡിസ് എടുത്തുകൊണ്ടു പോകുന്ന ഗുഹാനെ നോക്കി എന്നലർന്ന സീൻ കാണിച്ചുകൊണ്ടാണ്
ഡ്രാഗൺ ബോൾസിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, 1000 ഫോളോവേഴ്സ് നേടാനുള്ള യാത്രയിൽ ഒരു സബ്സ്ക്രൈബ് നൽകി സഹകരിക്കുക. അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത എപ്പിസോഡ് കാണുന്നതിനായി എപ്പിസോഡ് 3 എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.